തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെ ബോണക്കാട് നിന്നാണ് യാത്രയുടെ തുടക്കം. 8 മണിയോടെ ബോണക്കാട് ഫോറസ്റ്റ് ഓഫീസിലെത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ആധാറും യാത്രാ പാസും നൽകി വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയാൽ ആദ്യത്തെ നടപടിക്രമങ്ങൾ കഴിഞ്ഞു. ₹20 നൽകിയാൽ ഇവിടെ നിന്നും ഊന്നി നടക്കാൻ വെട്ടിവെച്ച കമ്പുകൾ എടുക്കാം. ശേഷം ബാഗ് തുറന്നുള്ള പരിശോധനകൾ പൂർത്തിയാക്കണം. പ്ലാസ്റ്റിക് സാധനങ്ങളോ സോപ്പോ പോലുള്ളവ കൈവശമില്ലെന്ന് ഉറപ്പാക്കിയാലേ യാത്രാനുമതി ലഭിക്കൂ. പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കൊണ്ടുപോയാൽ യാത്രാവേളയിൽ അത് പരിശോധിച്ച് രേഖപ്പെടുത്തും. മടങ്ങിയെത്തുമ്പോൾ കുപ്പി തിരികെ എത്തിച്ചുവെന്ന് വനപാലകരെ ബോധ്യപ്പെടുത്തേണ്ടി വരും. കാൽനടയായി കാടിനെ അറിഞ്ഞാണ് മലകയറ്റം. വഴിനീളെ കുടിക്കാനും കുളിക്കാനുമെല്ലാം ധാരാളം വെള്ളച്ചാട്ടങ്ങളും അരുവികളുമുണ്ട്. വെള്ളമെടുക്കാനുള്ള കുപ്പി മാത്രം കയ്യിൽ കരുതിയാൽ മതിയാകും. ഭാഗ്യമുണ്ടെങ്കിൽ സഞ്ചാരികൾക്ക് ആനക്കൂട്ടങ്ങളെയോ മറ്റ് വന്യജീവികളെയോ കാണാം. അതിരുമല ബേസ് ക്യാമ്പിലേക്കാണ് ആദ്യ ദിവസത്തെ യാത്ര. 14 കിലോമീറ്ററാണ് ഈ ദിവസം നടന്നെത്തേണ്ടത്. ആദ്യത്തെ 4 കിലോമീറ്റർ 10 പേരുള്ള ഓരോ ടീമിനൊപ്പവും ഒരു ഗൈഡ് കാണും. പിന്നീടുള്ള യാത്രയിൽ ഓരോ 2 കിലോമീറ്റർ ഇടവിട്ട് ക്യാമ്പ് ഷെഡുകളിൽ കാണിക്കാരുണ്ടാകും. വിശ്രമിക്കാനോ മറ്റെന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിലോ ഈ ക്യാമ്പ് ഷെഡുകളെ ആശ്രയിക്കാം. കാടിന്റെ തണുപ്പറിഞ്ഞാണ് നടപ്പെങ്കിലും അട്ടയാർ എന്ന 5ാമത്തെ ക്യാമ്പ് ഷെഡ് കഴിഞ്ഞാൽ ട്രക്കിംഗ് കടുപ്പമായി തുടങ്ങും. തലയ്ക്ക് മുകളിൽ വെയിൽ കൊള്ളുന്ന പുൽമേട് കയറിയിറങ്ങേണ്ടത് ഇവിടെയാണ്. 6ാമത്തെ ക്യാമ്പ് ഷെഡ് കഴിഞ്ഞാൽ പിന്നെ കുത്തനെയുള്ള കയറ്റമാകും. ഏഴാമത്തെ ബേസാണ് അതിരുമല. അതിരുമല എത്തിയാൽ അന്ന് അവിടെ തങ്ങാം. പിറ്റേന്ന് രാവിലെയാണ് അഗസ്ത്യാർ മലയ്ക്ക് മുകളിലേക്കുള്ള യാത്ര തുടരുക. ബേസ് ക്യാമ്പിൽ ജെന്റ്സ്, ലേഡീസ്, മിക്സഡ് എന്നിങ്ങനെ ഡോർമെറ്ററികൾ ലഭ്യമാണ്. കട്ടി കുറഞ്ഞ സിംഗിൾ മെത്തകളാണ് ലഭിക്കുക. അതിനടുത്ത് മെസ് സൗകര്യവും കുറച്ചു മാറി ബാത്റൂം സൗകര്യവുമുണ്ട്. പണമടച്ച് ഭക്ഷണം വാങ്ങാം. ബേസ് ക്യാമ്പിൽ നല്ല തണുപ്പും കാറ്റുമായതിനാൽ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ കരുതുന്നത് നന്നാവും. 8 കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റമാണ് അഗസ്ത്യാർ മലയിലേക്ക്. ആദ്യ ദിവസത്തെ 14നേക്കാൾ കടുപ്പമാണ് ഈ ദിവസം. രാവിലെ പാസ് വീണ്ടും വെരിഫൈ ചെയ്ത് യാത്ര തുടരാം. അതിരുമലയിൽ നിന്ന് ഭക്ഷണം ഇലയിൽ പൊതിഞ്ഞു കരുതുന്നത് നന്നാവും. ബോണക്കാട് നിന്ന് യാത്ര തുടങ്ങിയതിന് സമാനമായി ബേസ് ക്യാമ്പിൽ നിന്ന് തുടരുന്ന യാത്രയിലും പാസുകൾ വെരിഫൈ ചെയ്ത് എല്ലാവരെയും ഒരുമിച്ചാണ് പുറത്തേക്ക് വിടുക. ഈ ദിവസമാകെ 16 കിലോമീറ്റർ നടക്കേണ്ടി വരും. പൊങ്കാലപ്പാറ കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് വെള്ളം ലഭിക്കില്ല. അതിനു മുമ്പേ വെള്ളം ശേഖരിച്ച് കരുതി വെക്കണം. മല കയറാനും ഇറങ്ങാനുമുള്ള സൗകര്യത്തിന് 5 റോപ്പ് കെട്ടിയിരിക്കുന്നത് കാണാം. അതിൽ 3 അതികഠിനമാണ്. അവസാനത്തെ റോപ്പും കയറിയാൽ മുകളിൽ അഗസ്ത്യാർ മലയെത്തി. പന്ത്രണ്ട് മണിക്ക് മുൻപേ അഗസ്ത്യാർ മല കയറിയിരിക്കണം. നേരത്തെ എത്തിയാൽ മലയ്ക്ക് മുകളിൽ സമയം ചെലവിടാനാകും. തിരിച്ച് വൈകിട്ടോടെ അതിരുമല ബേസ് ക്യാമ്പിൽ മടങ്ങിയെത്തണം. അഗസ്ത്യാർ മല കയറി അന്ന് തന്നെ ബോണക്കാടേക്ക് തിരിച്ചിറങ്ങുന്നവരുമുണ്ട്. 2ാം ദിവസം അഗസ്ത്യാർ മല കയറി ബേസ് ക്യാമ്പിൽ മടങ്ങിയെത്തുന്നവർ അന്ന് അവിടെ തങ്ങി പിറ്റേന്ന് രാവിലെ മല ഇറങ്ങുകയാണ് ചെയ്യുക.